ഇന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മെ യേശുവിലേക്ക് അടുപ്പിച്ചത്, യേശുവിനെ അറിയുവാൻ ഇടയാക്കിയത് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നന്മയും സൗഖ്യവും ഒക്കെ ആണെങ്കിൽ, ഇന്ന് നമ്മൾ യേശുവിൻ്റെ കൂടെ, യേശുവിൻ്റെ പിന്നാലെ തുടരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ഇന്നും യേശുവിനെ സ്നേഹിക്കുന്നത്, യേശുവിനെ ആരാധിക്കുന്നത്, യേശുവിനെ കർത്താവായി ഇന്നും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തുകൊണ്ടാണ്? മറ്റൊരു അത്ഭുതത്തെ പ്രതീക്ഷിച്ചിട്ടാണോ? നാളത്തെ എൻ്റെ ആവശ്യങ്ങൾ കർത്താവ് ചെയ്തു തരും എന്ന് വിചാരിച്ചിട്ടാണോ? എന്നെ സൗഖ്യമാക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ലെങ്കിൽ എനിക്കൊരു നന്മ തരുമെന്നാണോ? എനിക്ക് നാളെ ഒരു വീടോ കാറോ തരുമെന്നാണോ? എന്താണ് നമ്മൾ കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിനോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, മോനെ, നീ യേശുവിനെ അറിഞ്ഞത് ഒരു സൗഖ്യം കണ്ടിട്ടാവാം, അത്ഭുതങ്ങൾ കണ്ടിട്ടാവാം. കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, സൗഖ്യങ്ങൾക്ക് കർത്താവിലേക്ക് അടുപ്പിക്കാൻ, കർത്താവിനെ എൻകൗണ്ടർ ചെയ്യാനുള്ള വഴികളാകാൻ മാത്രമേ പറ്റൂ. ഒരിക്കലും ആ സൗഖ്യങ്ങൾ നിന്നെ കർത്താവുമായി ചേർത്ത് നിർത്തത്തില്ല. യേശു ഒരിക്കൽ അപ്പത്തെ മൾട്ടിപ്ലൈ ചെയ്ത് 5000 പേർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ജനം യേശുവിൻ്റെ പിന്നാലെ കൂടുക. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്രേ എൻ്റെ പിന്നാലെ വരുന്നു. ഇന്ന് പലപ്പോഴും നമ്മൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നത് ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടോ, സൗഖ്യങ്ങൾ കണ്ടതുകൊണ്ടോ, ഒരു ബ്രേക്ക് ത്രൂ കണ്ടതുകൊണ്ടോ ആണ്. അല്ലെങ്കിൽ മറ്റൊരു പറഞ്ഞ നാളെ ഇത് എൻ്റെ ജീവിതത്തിൽ വീണ്ടും നൽകുമെന്നുള്ള പ്രതീക്ഷയിലോ പ്രത്യാശയിലോ ആണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, നാളെ നിങ്ങളിന്ന് ആഗ്രഹിക്കുന്ന കാര്യം കിട്ടിയില്ലെങ്കിലോ? നിങ്ങളിന്ന് നാളെ എൻ്റെ യേശു തരുമെന്ന് കരുതിയിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിലോ? നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്? നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത്? ഇറ്റ്സ് എ ഹാർഡ് ക്വസ്റ്റ്യൻ, എനിക്കറിയാം, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യനാണ്, എങ്കിലും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യവും കൂടെയാണ്. നമ്മൾ നമ്മുടെ ഹൃദയത്തോട് തന്നെ ചോദിക്കണം, ഞാൻ എന്തിനാണ് യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്? എന്തിനാണ് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നത്? വൈ? ഒത്തിരി പേർ ഇന്ന് നോക്കിയാൽ ലോകത്തിൽ ഒത്തിരി ചെറുപ്പക്കാർ മിനിസ്ട്രിയിലേക്ക് വരുന്ന കാണാം, ശുശ്രൂഷ മേഖലയിലേക്ക് ഒത്തിരി ചെറുപ്പക്കാരെ കാണാം. പണ്ടെങ്കിലും ഞാൻ കണ്ടില്ലാത്ത തരത്തിൽ ഇന്ന് വേർഷിപ്പിലേക്കായാലും പ്രസംഗിക്കുവാനായാലും ഒത്തിരി പേർ, ഒത്തിരി ചെറുപ്പക്കാർ വരുന്ന കാണാൻ പറ്റും. എനിക്കിന്ന് എല്ലാവരോടും എന്നോടും ചോദിക്കാനുള്ള ചോദ്യമാണ്, വൈ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ശുശ്രൂഷ തിരഞ്ഞെടുക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു വർഷിപ്പ് ലീഡർ ആവാൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു പ്രൊഫറ്റ് ആവാൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ അപ്പോസ്തലനായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ട്? ഇന്നൊരു കൂട്ടം ചെറുപ്പക്കാർ, ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, ആരെയും നിരുത്സാഹപ്പെടുത്തുന്നതല്ല, ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. കഴിഞ്ഞ നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ചില ചോദ്യങ്ങളാണ്. പലപ്പോഴും ഞാനും ഇതിലൂടെയൊക്കെ കടന്നു പോയ ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായി പറയുന്നത്, എനിക്ക് നേരെയും വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുന്നവരോ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ളൊരു സ്വാഭാവികമായ ഒരു ടെൻഡൻസി നമുക്കുണ്ട്. ഉദാഹരണത്തിന് ശുശ്രൂഷ നിൽക്കുന്ന ഒത്തിരി പേർ വളരെ ഉന്നതമായ തലത്തിൽ ജീവിക്കുന്നത് കാണുമ്പോൾ ഒത്തിരി ഫ്ലൈറ്റ് യാത്രകൾ നടത്തുന്നു, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോകുന്നു, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോകുന്നു, ഒത്തിരി പേര് അഡ്മയർ ചെയ്യുന്നു, ഒത്തിരി പേർ അവരെ ബഹുമാനിക്കുന്നു, ഒത്തിരി സാമ്പത്തികമായുള്ള നന്മ ഉണ്ടാകുന്നു, പേരും പ്രശസ്തി ഉണ്ടാകുന്നു. അത് കണ്ടിട്ട് എനിക്ക് അവരെ പോലെ ആകണമെന്ന് ചിന്തിക്കുന്നത് തെറ്റില്ല, ഒത്തിരി പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയ കഥ ചോദിച്ചതാണ്, വൈ യു ആർ ഫോളോയിങ് മീ? നീ എൻ്റെ പിന്നാലെ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ഹൃദയത്തിനോട് ചോദിക്കണം, നിനക്ക് എന്താണ്? നാളെ നീ ഇതൊന്നും ആയില്ലെന്ന് വിചാരിച്ചോ? നീ ഇന്ന് കർത്താവിൻ്റെ പിറകെ ഇറങ്ങി, നാളെ നീ പറഞ്ഞ ഒന്നും ആയില്ല, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഇതൊക്കെ ആയിരിക്കാം, പക്ഷെ ഇതൊന്നും നീ ആയില്ലെങ്കിലും ആ സമയത്ത് നിനക്ക് എന്നോടുള്ള സമീപനം എന്താണ്? നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. എന്നെ കേൾക്കുന്ന ആ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ കേൾക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ പലരും ഇന്ന് അവരുടെ ശുശ്രൂഷകളുടെ നല്ല സമയം കഴിഞ്ഞിട്ടു, നല്ല സമയം എന്നൊരു വാക്ക് തെറ്റാണ്, ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള പലരും ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഹൃദയം വളരെ കയ്പുള്ള അനുഭവത്തിൽ ദൈവത്തോട് പോലും പിന്നെ അവസാനം കയ്പായി നിൽക്കുന്ന അനുഭവം നിൽക്കുന്ന ഒത്തിരി പേര് ഞാൻ കണ്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്ന അറിയാവോ? അവരെന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്ത് വന്നവരാ, എന്തൊക്കെയോ ആയിത്തീരും എന്നുള്ള പ്രതീക്ഷയിൽ വന്നവരാ. വചനം വ്യക്തമായി പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിച്ചു പോയിട്ടില്ല. പക്ഷെ പലപ്പോഴും ഇതിനിടയിൽ എവിടെയോ നമ്മുടേതായ ചില അജണ്ടകൾ കയറി വരാറുണ്ട്. അവൻ്റെ ബലമുള്ള കരത്തിന് കീഴിൽ താണിരുന്നാൽ അവൻ തീർച്ചയായും നമ്മെ ഉയർത്തും, അതിന് സംശയവുമില്ല. അവനെ നോക്കി ആരും ലജ്ജിച്ചു പോയിട്ടുമില്ല. തീർച്ചയായും അത് വചനമാണ്, സത്യമാണ്. പക്ഷേ ഇതിനകത്ത് എവിടെയോ നമ്മുടെ അജണ്ടകൾ വരുന്നു, നമുക്ക് കമ്പാരിസൺസ് വരുന്നു. മറ്റു മിനിസ്ട്രികൾ, മറ്റു ശുശ്രൂഷകൾ, മറ്റു ശുശ്രൂഷകന്മാർ, അവരുമായി താരതമ്യം ചെയ്ത് അവരൊക്കെ വലുതാകാനോ അവരെ പോലാകാനുള്ള ശ്രമങ്ങൾ, പേഴ്സണലുള്ള ഇൻട്രസ്റ്റുകൾ,
ചിലർക്ക് ഇതൊരു ഉപജീവന മാർഗമായി മാറി. ഇങ്ങനെ പല തരത്തിൽ ഇത് ഇന്ന് ലോകത്തിൽ കാണാൻ കഴിയും. ഒരു ശുശ്രൂഷകൻ ഇന്ന ഗ്ലാസ് വെച്ചാൽ അതുപോലത്തെ ഒരു ഗ്ലാസ് എനിക്കും വയ്ക്കണം. ആഗ്രഹങ്ങൾ തെറ്റെന്നല്ല ഞാൻ പറഞ്ഞ, ഇതിൻ്റെ പിന്നിലുള്ള മോട്ടീവുകൾ. നമ്മളെല്ലാവരും മത്സരിക്കേണ്ടത് ക്രിസ്തുവിനെ പോലെ ആകാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കേണ്ടത്. ഞാൻ എങ്ങനെ കുറച്ചുകൂടെ യേശുവിനെ പോലെ ആകാൻ പറ്റും? എൻ്റെ ആത്മാവിൽ ഞാൻ ക്രിസ്തുവുമായി പറ്റിച്ചേർന്നിരിക്കുന്ന പോലെ എൻ്റെ ജഡത്തിൽ, എൻ്റെ ഈ ബോഡിയിൽ, എനിക്ക് ഈ ഭൂമിയിൽ യേശുവിനെ പോലെ എത്രത്തോളം ആകാൻ പറ്റും? ഇതിൽ മത്സരിച്ചാൽ സന്തോഷമാണ്, വളരെ സന്തോഷമാണ്. കാരണം അനുഗ്രഹിക്കപ്പെട്ട അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എന്നെ അനുകരിപ്പൻ. വാട്ട് എ ബോൾഡ് സ്റ്റേറ്റ്മെന്റ്. ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ പറയാൻ പറ്റുന്ന ഏറ്റവും ബോൾഡായിട്ടൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു ശുശ്രൂഷകന് പറയാൻ പറ്റുന്ന ഏറ്റവും ബോൾഡായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, നിങ്ങൾ എന്നെ നോക്കി പഠിക്കുവൻ, എന്നെ അനുകരിപ്പൻ എന്ന് വെച്ചാൽ എന്നെ പോലെ ആയിത്തീരുവൻ. കാരണം ഞാൻ മറ്റൊരാളുടെ കോപ്പിയാണ്, എന്നെ പോലെ നിങ്ങളും കോപ്പി ചെയ്യുവൻ എന്ന് പറയാൻ കഴിയുന്ന ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആണ് പൗലോസ് പറഞ്ഞത്. ഞാനിത് പറഞ്ഞത് മനസ്സിലാകുന്നത്, ഞാനിത് കേൾക്കുന്ന ആരെയും ക്രിട്ടിസൈസ് ചെയ്യുന്ന തോന്നരുത്, ആരുടെയും ഹൃദയത്തെ ചോദ്യം ചെയ്യുന്ന തോന്നരുത്. പ്ലെയിൻ ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മൾ എന്തിനു വേണ്ടിയാണ് യേശുവിനെ ഫോളോ ചെയ്യുന്നത്, യേശുവിൻ്റെ പിന്നാലെ നടക്കുന്നത്, അല്ലെങ്കിൽ യേശുവിനെ സ്നേഹിക്കുന്നത്? പലപ്പോഴും നമുക്ക് ഹിഡൻ, നമ്മൾ പോലും അറിയാതെ ചില മോട്ടീവുകൾ നമ്മുടെ അകത്തുണ്ട്. നമുക്ക് എന്തെങ്കിലും മാറ്റിക്കണം. നമ്മൾ ഒരു കാര്യം കൂടെ പറയും, ഇതിനപ്പുറമായിട്ട് കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ ഇതെല്ലാം ഉള്ളതാണ്. കാരണം നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, നമ്മൾ പിന്തുടരുകയല്ല, അത് നമ്മെ പിന്തുടരണം. നമ്മൾ പിന്തുടരേണ്ടത് കർത്താവിനെയാണ്, മറ്റതെല്ലാം നമ്മുടെ പിന്നാലെ വരണം. നമ്മൾ ഒരിക്കലും ഇതിൻ്റെ പിന്നാലെ പോകുകയും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഈ ഭൂമിയിൽ പലതും ചെയ്യാം. യേശുവിനെ പ്രസംഗിക്കുമ്പോൾ അത്ഭുതങ്ങളുണ്ട്, സൗഖ്യങ്ങളുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഒരു ദൗത്യമായി, നമ്മുടെ പ്രഷറായി മാറിയാൽ പിന്നെ നമ്മളിത് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും, നമ്മളോട് ഫേക്ക് ചെയ്യാൻ ശ്രമിക്കും. യേശുവിൽ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യുന്ന വ്യക്തിക്ക് പ്രവചനങ്ങളുണ്ട്. പക്ഷെ അത് ജനങ്ങളെ പ്ലീസ് ചെയ്യാനാകുമ്പോൾ അത് പ്രഷറായി മാറി. അന്ന് പരിശുദ്ധാത്മാവ് ഒരു വേർഡ് നൽകിയില്ലെങ്കിലും ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ്. ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ആ ഒരു സെൻസ് എടുക്കുകയായിരിക്കുന്നു. അതായത് നമ്മൾ പലപ്പോഴും മാനുഷികമായ പ്രഷറുകൾക്ക്, നമ്മൾ ഉദാഹരണത്തിന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഓഫീസ്, നമുക്ക് തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷ തലത്തിൽ നിന്നുകൊണ്ട് പലപ്പോഴും നമ്മെ അയക്കുന്ന സ്ഥലങ്ങളിലുള്ള വ്യക്തികൾക്കനുസൃതമായിട്ടോ സാഹചര്യങ്ങൾക്കനുസൃതമായോ നമ്മൾ പ്രഷർ ചെയ്യപ്പെടും. അതായത് നമ്മൾ ചിലർക്ക് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും, ഞാനിതാണ്. നമുക്കൊന്നും പ്രൂവ് ചെയ്യാനില്ല. നമ്മളൊരു പ്രവാചകനാണെന്ന് പ്രൂവ് ചെയ്യാനില്ല, അപ്പോസ്തലനാണെന്ന് പ്രൂവ് ചെയ്യാനില്ല. നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റ് ആസ് സൺ ഓഫ് ഗാഡ്. ദൈവപുത്രന്മാരായി വെളിപ്പെട്ടാൽ മതി. നമ്മുടെ ഏറ്റവും അൾട്ടിമേറ്റ് ദൗത്യം എന്ന് പറയുന്നത് ഒരു വലിയ പ്രവാചകനാകുന്നതല്ല, ഒരു വലിയ അപ്പോസ്തലനാകുന്നതല്ല, ദൈവപുത്രനായി വെളിപ്പെടുക. സൃഷ്ടി കാത്തിരിക്കുന്ന പ്രവാചകന്മാർക്ക് വേണ്ടിയല്ല, സൃഷ്ടി കാത്തിരിക്കുന്ന അപ്പോസ്തലന്മാർക്ക് വേണ്ടിയല്ല, സൃഷ്ടി മുഴുവൻ കാത്തിരിക്കുന്ന ദൈവപുത്രന്മാരുടെ വെളിപ്പെടലിന് വേണ്ടിയിട്ടാണ്. കാരണം ദൈവപുത്രന്മാരിനകത്ത് എല്ലാം ഉണ്ട്. യേശു അപ്പോസ്തലനാണ്, യേശു ഒരു പ്രവാചകനാണ്, യേശു ടീച്ചറാണ്, എല്ലാമാണ്. ഹല്ലേലൂയ. ആരും ചെറുതായും വലുതായും കാണുന്നതല്ല. പലപ്പോഴും ഇന്ന് ശുശ്രൂഷകൾക്കകത്ത് പലപ്പോഴും ഹൈറാർക്കി കാണാൻ കഴിയും. കർത്താവ് ഒരിക്കലും അങ്ങനെയല്ല ആക്കി വെച്ചിരിക്കുന്നത്. ചിലർക്കുണ്ട് പ്രവാചകൻ വലുത്, അപ്പോസ്തലൻ വലുത്. പലരും ആ വാക്യം തന്നെ കോട്ട് ചെയ്ത് തെറ്റിക്കുന്നത് കാണാൻ പറ്റും. സഭയിൽ ക്രിസ്തു പലതരത്തിലുള്ള ആളുകൾ വച്ചിരിക്കുന്നു. ഒന്നാമതായ അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ വളരെയായിരിക്കും ഒന്നാം സ്ഥാനം അപ്പോസ്തലൻ, രണ്ടാം സ്ഥാനം പ്രവാചകൻ. ഇങ്ങനെ അടുക്കിയല്ല വച്ചിരിക്കുന്നത്. അവൻ എല്ലാവരോടും പറയാം, നിങ്ങൾ സഭയിലെ അവയവങ്ങൾ പോലെയാണ്, ശരീരത്തിൻ്റെ അവയവം പോലെയാണ്. ഒരിക്കലും കണ്ണിനേക്കാൾ വലുതല്ല ചെവി. ചെവിയുടെ പർപ്പസ് ചെവിക്കേ ചെയ്യാൻ പറ്റും, കണ്ണിൻ്റെ പർപ്പസ് കണ്ണിനേ ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ചിലപ്പോൾ നമ്മുടെ ഈ കാണുന്ന കണ്ണും ചെവിയും ഇതൊക്കെയാണ് എല്ലാവരും കാണുന്നെങ്കിൽ പോലും ഇതിനേക്കാളൊക്കെ വലിയ ദൗത്യങ്ങൾ ചെയ്യുന്ന ഹൃദയത്തെയും കരളിനെയും ആരും കാണുന്നു പോലുമില്ല. അവർക്ക് ഒളിച്ചിരിക്കുക, അവരൊക്കെ ഇതിനകത്ത് മറഞ്ഞിരിക്കുക, അവർ പുറത്തു പോലുമല്ല. പക്ഷെ അവരാണ് ഇതിൻ്റെ ബേസ്മെന്റ്. പലപ്പോഴും സഭയിൽ നിൽക്കുന്ന പ്രവാചകനോ അപ്പോസ്തലനോ ശുശ്രൂഷിക്കുമ്പോൾ ഗ്ലാമറേ എല്ലാവരും കാണുന്നുള്ളൂ. പക്ഷെ അതിനകത്തുള്ള ചില അമ്മച്ചിമാരും അപ്പച്ചന്മാരും വീടിനകത്ത് പോയിരുന്ന് അവരുടെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആരും കാണുന്നില്ല. പക്ഷെ ദൈവം കാണുന്നുണ്ട്. കാരണം അതില്ലെങ്കിൽ ഈ ഫൗണ്ടേഷൻ നിൽക്കത്തില്ല. പല സഹോദരിമാരും ഭവനങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനകൾ, മണിക്കൂറുള്ള പ്രാർത്ഥനകളാണ് ചില ശുശ്രൂഷകൾ ഇന്നും ശക്തമായി മുന്നോട്ട് പോകാനുള്ള റീസൺ. ഹല്ലേലൂയ. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായുള്ള
കൃത്യമായിട്ടുള്ള പൊസിഷൻസ് ഉണ്ട്, പ്രാധാന്യമുണ്ട്. സഭയിൽ ആദ്യം ഒന്നാമത് അപ്പോസ്തലൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എനിക്ക് മനസ്സിലായ സിമ്പിൾ അണ്ടർസ്റ്റാൻഡിങ്, ഒരു സഭ പണിയപ്പെടണമെങ്കിൽ ആ ദേശത്തേക്ക് ഒരാൾ ആദ്യം അയക്കപ്പെടണം. അയക്കപ്പെടുന്നവനാണ് അപ്പോസ്തലൻ. ആദ്യം അപ്പോസ്തലൻ പോകും. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഒരു ഭവനം പണിയണമെങ്കിൽ നമ്മൾ ആദ്യം വിളിക്കുന്നത് ആരെയായിരിക്കും? പെയിന്റ് പണിക്കാരെയാണോ? അതോ ഇന്റീരിയർ ഡെക്കറേഷൻ്റെ ആൾക്കാരെയാണോ? ആരാദ്യം വിളിക്കും? ഫൗണ്ടേഷൻ ഇടുന്ന ആൾക്കാരെ വിളിക്കും. ശരിയല്ലേ? അടിസ്ഥാനം ഇടുന്ന ആൾക്കാരെ ഇടും. ഈ അടിസ്ഥാനം ഇടുന്നവരാണ് അപ്പോസ്തലന്മാർ. അവരാണ് ഒന്നാമത്തെ ആൾക്കാർ. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ ഒരു ഓർഡർ വെച്ച്. അല്ലാതെ ആരും വലിപ്പച്ചെറുപ്പവും ഇല്ല. ചിലരൊക്കെ ഇന്ന് അപ്പോസ്തലന്മാരാകാൻ മത്സരിക്കുക, ചിലർ പ്രവാചകന്മാരാകാൻ മത്സരിക്കുക. ഞാൻ ഇന്നേക്കാളും വലുതെന്ന് കാണിക്കാൻ. ഇതിനകത്ത് വലിപ്പച്ചെറുപ്പമില്ല. ഇതെല്ലാവരും ഉണ്ടെങ്കിലേ സഭ പണിയപ്പെടത്തുള്ളൂ. സഭയിൽ ദൈവം അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും ഇടയന്മാരെയും ഒക്കെ വച്ചിരിക്കുന്നത് ആ സഭയെ ദാവീദ് നിർത്തി പണിതെടുക്കാനാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് തുടങ്ങിയതൊന്നുമല്ല, പറഞ്ഞു വന്നതിൽ പോയതാണ്. അതായത് ഇന്ന് പലരുടെയും കാഴ്ചപ്പാടിൽ തെറ്റിപ്പോയി. പലരും ഇതുപോലുള്ള ചില അപ്പോസ്തലിക് അല്ലെങ്കിൽ പ്രവാചക കോളിങ്ങിന്റെ പുറകെയാണ്. എനിക്ക് ഇതായി തീരണം. പക്ഷെ ആരും ക്രിസ്തുവിന്റെ പുറകെയല്ല. പലപ്പോഴും ഇങ്ങനെയുള്ള ചില വ്യക്തികളുടെ പുറകെ ആയി പോകുന്നു. കർത്താവ് ആഗ്രഹിക്കുന്നത്, ഞാൻ നേരത്തെ ചോദിച്ച പോലെ, നമ്മുടെ ഹൃദയം നമ്മൾ പരിശോധിക്കുക. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ റോൾ മോഡൽ ആരാണ്? നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്താണ്? ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഇത് കറക്റ്റാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഇന്ന് ആഗ്രഹിച്ച്, എന്നെ കേൾക്കുന്ന ഒത്തിരി ശുശ്രൂഷകന്മാരുണ്ടാവും. നിങ്ങൾ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താ? ഇനി എൻ്റെ ചോദ്യം, ഈ ആഗ്രഹം ഒന്നും നടന്നില്ലെങ്കിലോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി പേർ ശുശ്രൂഷയുടെ 10, 20, 30 വർഷം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഹൃദയം മുഴുവൻ കയ്പ. ആരോട്? ദൈവത്തോട്. ഒന്നും ആകാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാര്യം എന്നാ? എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തു, എന്തൊക്കെയോ കണക്ക് കൂട്ടി, എന്തൊക്കെയോ പ്ലാൻ ചെയ്തു, കണ്ടില്ല. പക്ഷെ ഇപ്പൊ കർത്താവിനോട് ദേഷ്യമാണ്. എൻ്റെ ചോദ്യം, നമ്മൾ പ്ലാൻ ചെയ്തൊന്നും നടന്നില്ലെങ്കിൽ, ഒന്നും കണ്ടില്ലെങ്കിൽ, വാട്ട് ഈസ് യുവർ സ്റ്റാൻഡ്? ഹല്ലേലൂയ. അതിൻ്റെ മനോഹരമായ സാന്നിധ്യമാണ് ഇപ്പോൾ നമ്മുടെ ഇടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എന്നെ കേൾക്കുന്ന എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക. നമുക്കറിയാം, പഴയ നിയമ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ 3 ചെറുപ്പക്കാർ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ഇവർ രാജാവിനോട് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അവർ രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ നെബൂഖദ്നേസറേ, രാജാവിനെ വിളിച്ച് പറയുവാണ്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലാണ്. അങ്ങയോട് മറ്റൊന്നും പറയാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളെ തീച്ചൂളയിലേക്ക് എറിയുന്നെങ്കിൽ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് തീച്ചൂളയിൽ ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയാത്ത കാര്യമൊന്നുമില്ല. ദൈവത്തിന് എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരാൻ കഴിയും. പക്ഷെ അടുത്ത സ്റ്റേറ്റ്മെന്റ്, രാജാവേ, ആ ദൈവം ഞങ്ങളെ അങ്ങയുടെ കയ്യിൽ നിന്ന് വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ അങ്ങയുടെ ദേവതകളെ സേവിക്കുകയോ അങ്ങ് സ്ഥാപിച്ച സ്വർണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുകയില്ല. വാട്ട് ഇഫ്? എൻ്റെ ചോദ്യം ഇതാണ്. കിട്ടിയില്ലെങ്കിലോ? നടന്നില്ലെങ്കിലോ? ചെയ്തില്ലെങ്കിലോ? എന്താണ് നിങ്ങളുടെ സ്റ്റാൻഡ്? അന്ന് നിങ്ങൾ ദൈവത്തോട് എന്താ പറയാൻ പോകാൻ? അന്ന് കൈപ്പായി മാറുമോ? സ്നേഹമൊക്കെ പോവുമോ? അതാണ് നമ്മുടെ ചോദ്യം. നമ്മളെ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കുക. നമ്മളെ ഹൃദയത്തിൻ്റെ സ്റ്റാൻഡ് പക്കയാക്കുക. കർത്താവേ, ഒന്നിനും വേണ്ടി അല്ലാതെ നിന്നെ സ്നേഹിപ്പാൻ കഴിയണം. സങ്കീർത്തനങ്ങളിൽ ദാവീദ് പറയും 34-ാം അധ്യായത്തിലെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. മനോഹരമായൊരു സെൻറ്റൻസാണ്. ഞാൻ യഹോവയെ സന്തോഷം വരുമ്പോഴല്ല, സമാധാനമുള്ളപ്പോഴല്ല, എല്ലാ കാലത്തും മാറ്റമില്ല. ഞാൻ എൻ്റെ ഹാർട്ടിൻ്റെ പൊസിഷൻ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി എന്ത് വന്നാലും ഞാൻ എൻ്റെ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എൻ്റെ നാവിന്മേൽ എപ്പോഴും ഇരിക്കും. എല്ലാ സമയവും ഐ വിൽ പ്രൈസ് ഹിസ് നെയിം. ഞാൻ അവൻ്റെ നാമത്തെ വാഴ്ത്തും, അവനെ ഞാൻ സ്തുതിക്കും. കാരണം സാഹചര്യം എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളത് എൻ്റെ വിഷയമല്ല, ഞാൻ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുക. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനത്തിൽ 4:4 അത് എഴുതുന്ന സ്ഥലം ജയിലിനകത്താണ്. ജയിലിനകത്ത് കിടന്നിട്ട് അന്നത്തെ സഭയോട് പൗലോസ് എഴുതുക, കർത്താവിൽ എല്ലായ്പ്പോഴും സന്തോഷിപ്പും. പ്രത്യേകിച്ചൊരു കാര്യമില്ല. എന്തെങ്കിലും കാര്യമുണ്ടോ സന്തോഷിക്കാൻ കാര്യമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ പൗലോസ് പറയുക, സന്തോഷിപ്പാനുള്ള ഒറ്റ കാര്യമുള്ള കർത്താവ്. എവിടെയാ? കർത്താവിൽ സന്തോഷിക്കും. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. എല്ലായ്പ്പോഴും. അയ്യോ, ഒരു നല്ല വീട് കിട്ടി, എത്ര നാൾ സന്തോഷിക്കും? ഒരാഴ്ച സന്തോഷിക്കും, അത് കഴിയുമ്പോൾ സന്തോഷം പോവും.
ഒരു കാറ് കിട്ടി, കുറച്ച് നാൾ സന്തോഷിക്കും. നമുക്ക് എന്തിനും ലിമിറ്റഡ് ടൈമേ നിൽക്കത്തുള്ളൂ. ഒരു സന്തോഷം വരുമ്പോൾ നമ്മുടെ അകത്ത് ചില ഹോർമോൺസ് ഇഞ്ചെക്ട് ചെയ്ത് ഭയങ്കര സംഭവമായിട്ട് സന്തോഷമൊക്കെ ഉണ്ടാവും. പക്ഷെ ആ സന്തോഷത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇറ്റ് ഈസ് ദ ജോയ് ദാറ്റ്സ് കം ഔട്ട് ഓഫ് യു. നിങ്ങളുടെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ഒരു സന്തോഷം. സാഹചര്യം എല്ലാം നെഗറ്റീവായിരിക്കുമ്പോഴും ഞാൻ അപ്പോഴും സന്തോഷിക്കാൻ തീരുമാനിക്കുന്നു. റിജോയ്സിങ് ഇൻ ദ ലോർഡ്. കർത്താവിൽ സന്തോഷിക്കുക. ദാവീദിന് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. തൻ്റെ ഭാര്യമാരെ, മക്കളെ എല്ലാം പിടിച്ചുകൊണ്ടുപോയി ശത്രു എല്ലാം കൊണ്ടുപോയി കഴിയുമ്പോൾ എല്ലാവരും കൂടെ നിന്ന് ആൾക്കാർ വരെ വിരൽ ചൂണ്ടി കല്ലെറിയാൻ വേണ്ടി നിൽക്കുമ്പോൾ ദാവീദ് ഇങ്ങനെ എഴുതുന്ന, അവൻ കർത്താവിൽ ബലപ്പെട്ടു. ഹല്ലേലൂയ. ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. കർത്താവിൻ്റെ സന്തോഷമാണ് എൻ്റെ ബലം. ആ കർത്താവിലുള്ള സന്തോഷം നമുക്ക് ബലം നൽകും, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ, എല്ലാ പ്രതികൂലങ്ങളെയും തരണം ചെയ്യാൻ. ഇതിനപ്പുറമായി സകലത്തിന് തിരിച്ചു പിടിക്കാൻ നമുക്ക് കിട്ടുന്ന സ്ട്രെങ്ത് എവിടുന്ന? ജോയ് ഓഫ് ദ ലോർഡ്. ദാവീദ് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഞാൻ എന്നെ തിരിച്ചു പിടിക്കട്ടോ? കർത്താവ് പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയും. തകർന്നു പോകരുത്, വീണ് പോകല്ലേ. നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ റിജോയ്സ് ഇൻ ദ ലോർഡ്. കർത്താവിൽ സന്തോഷിക്കുക. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. നമുക്ക് പലപ്പോഴും ക്രിസ്ത്യാനികളുടെ സന്തോഷം സ്വർഗമാണ്. പലരുടെയും എയിം സ്വർഗമാണ്. എനിക്ക് തോന്നുന്നു സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിൽ കർത്താവ് എന്താ അവർ പറയും, മാറില്ല അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ഓടിക്കയറുന്ന ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ നമുക്ക് കാണാൻ പറ്റും. കാരണം അവരുടെ ലക്ഷ്യം ജനിച്ചതേ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ്. എൻ്റെയും സ്വപ്നം ഒരു കാലത്തതായിരുന്നു, സ്വർഗത്തിൽ പോകണം, എങ്ങനെയും ഒന്ന് സ്വർഗത്തിൽ പോയാൽ. എൻ്റെ വഴി കർത്താവ് ഒന്ന് കൈ കാണിച്ച് ഞാൻ പറയും, ലിഫ്റ്റും തരില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് പോയാൽ പറ്റൂ, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയാണ്. കാരണം എനിക്ക് സ്വർഗമാണ് ലക്ഷ്യമായിരുന്നു. പക്ഷെ ദാവീദ് പറയുന്ന ഒരു മനോഹരമായ സെൻറ്റൻസ് ഉണ്ട്. സങ്കീർത്തനം 73 അധ്യായത്തിൽ 25 വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ചാൽ സ്വർഗത്തെ സ്വർഗമാക്കുന്നത് തന്നെ കർത്താവാണ്. അപ്പൊ കർത്താവ് അവിടെ ഇല്ലെങ്കിൽ പിന്നെ സ്വർഗത്തിൽ പോയിട്ട് എന്നാ ചെയ്യാനാ? കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോഴും എനിക്കെന്താ, കർത്താവല്ലാതെ വേറൊന്നും ആഗ്രഹിക്കാനില്ല എന്നാണ് ദാവീദ് പറയുന്നത്. അപ്പോൾ കർത്താവിനെ ഞാൻ എപ്പോഴും എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു എന്നാണ് ദാവീദ് പറയുന്നത്. മനോഹരമായ സെൻറ്റൻസുകളാണ്. വെറുതെ അല്ല അപ്പോസ്തല പ്രവൃത്തികളിൽ പൗലൂസ് പറയുന്നത്, ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പിന്നാലെയുള്ള മനുഷ്യനാണ്. ആ ദൈവത്തിൻ്റെ ഹൃദയത്തെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയൊരു മനുഷ്യനാണ് ദാവീദ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഹൃദയത്തിനകത്ത് ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് പലപ്പോഴും. ഞാൻ ഇത്രയും നാൾ കർത്താവിന് വേണ്ടി ചെയ്തു, അതെല്ലാം ചെയ്തു, ഇതെല്ലാം ചെയ്തു, എന്നിട്ടും എന്തൊന്ന് നടക്കത്തെ? അപ്പോൾ നീ നടക്കാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്തേ? നമ്മൾ തിരിച്ച് ചിന്തിക്കണം. ഞാൻ ഒത്തിരി പ്രാവശ്യം പോയി അവിടെ കസേരയൊക്കെ പെറുക്കിയിട്ടതാ, എത്ര സ്ഥലത്ത് പോയി ഞാൻ പ്രസംഗിച്ചതാ, എത്ര സ്ഥലത്ത് പോയി ഞാൻ പ്രാർത്ഥിച്ചതാ, എത്ര സ്ഥലത്ത് പോയി വർഷിപ്പ് ചെയ്തതാ, എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചതാ, എന്നിട്ടും കർത്താവ് എന്താ തരാത്തെ എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നുള്ളതാ. ഔട്ട് ഓഫ് ലവ് അല്ല. യേശു പറഞ്ഞതല്ലേ, കൂട്ടുകാരന് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിന് വലിയ സ്നേഹം ഇല്ല. യേശു ഇത് കാണിച്ചു തന്നു. യേശു നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചോ? നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നു പ്രതീക്ഷിച്ചോ? ഇതെല്ലാം കഴിയുമ്പോൾ കർത്താവ്, നീ എൻ്റെ കർത്താവ് നമ്മൾ പറയുന്നു പ്രതീക്ഷിച്ചാണോ? അതെ, ഒന്നും പ്രതീക്ഷിച്ചില്ല. അതാണ് സ്നേഹം. എന്തെങ്കിലും പ്രതീക്ഷിച്ച് ചെയ്യുന്നത് സ്നേഹമല്ലെന്നേ. അത് ഇപ്പം ഞാൻ ഒരാൾ എന്തെങ്കിലും തെറ്റിച്ച് തരും എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് കടം കൊടുക്കുന്ന പരിപാടിയാണ്. അത് സ്നേഹമല്ല. സ്നേഹം എന്ന് പറയുന്നത് എനിക്കെന്തെങ്കിലും നഷ്ടം സഹിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് സ്നേഹം. എന്ന് വെച്ചാൽ എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും സ്റ്റിൽ ഐ ചൂസ് ടു ലവ്. ഇത് എന്താ പറയുക, നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു തീരുമാനമാണ്. ഒരു പാട്ടുണ്ടല്ലോ, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്. ഞാൻ യേശുവിനെ പിന്തുടരാൻ തീരുമാനിച്ചു, ഇനി ഒരു തിരിച്ചുപോക്ക് ഇല്ല. അതെൻ്റെ തീരുമാനമാണ്. ഈ തീരുമാനമാണ് സ്നേഹം. കാരണം ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊരു തിരിച്ചുപോക്കില്ല. ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ കൂടെയാണ് നടക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ശുശ്രൂഷയിൽ നിന്ന് ആഗ്രഹിക്കുന്നവർ, ഇറങ്ങിയിരിക്കുന്നവർ, ശുശ്രൂഷയിലായിരിക്കുന്നവർ, ഇനി ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരോടും, എൻ്റെ കുഞ്ഞു സഹോദരന്മാരായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, എല്ലാവരോടുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു കയ്പുണ്ടാകാതിരിക്കാൻ നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കുക. നിങ്ങൾ ഒന്നിനും വേണ്ടിയല്ല, കർത്താവിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇറങ്ങിയാൽ നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. പിന്നെ മറ്റാരെയും പോലെ ആകാനുള്ള ശ്രമങ്ങളും ഒഴിവാക്കുക. അവരവിടെ പോകുന്നു, ഞാനും അദ്ദേഹവും ഒരുമിച്ച് ശുശ്രൂഷ ഇറങ്ങിയതാണ്, പക്ഷെ അദ്ദേഹം ഇന്ന് എത്രയോ രാജ്യങ്ങളിൽ പോയി അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിൽ ഒത്തിരി സ്റ്റാമ്പ് ചെയ്തു,
എത്ര സ്റ്റാമ്പ് ചെയ്തോ എത്ര എന്നുള്ളതല്ല, നിന്റെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ നീ ദൈവ കുടുംബത്തിൽ അംഗമാകിയാൽ ആ പിതാവിൻ്റെ മകൻ എന്ന നിലയിൽ നീ സന്തോഷിച്ചുകൊള്ളുക. കാരണം 70 പേരെ യേശു അയച്ചിട്ട് അവർ പോയി വലിയ കാര്യങ്ങൾ ചെയ്തു. ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ ഭയങ്കര സന്തോഷം. അവർ ഓടി വന്ന് യേശുവിനോട് പറഞ്ഞു, യേശുവേ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്, ഭൂതങ്ങൾ നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അവർ തുള്ളിച്ചാടി പറയുമ്പോൾ യേശു പറയുക, അതൊക്കെ നല്ല കാര്യമാണ്, പക്ഷെ അതിലും വലിയ കാര്യങ്ങളുണ്ട്, അതിൽ സന്തോഷിപ്പിൻ. നീ സ്വർഗത്തിലെ പൗരനാണ്, അതിൽ സന്തോഷിപ്പിൻ. നിന്റെ പേരോട് എഴുതപ്പെട്ടിരിക്കുന്നു, അതിൽ സന്തോഷിപ്പിൻ. ഞാൻ പറയുകയാണ്, നിങ്ങൾ സന്തോഷിക്കേണ്ടത് നിങ്ങൾ ഈ ലോകം പ്രവാചകനെന്നോ അഭിഷിക്തനെന്നോ ബ്രദറെന്നോ എന്താ പറയുക അപ്പോസ്തലെന്നോ എന്ത് വിളിക്കുന്നതിനേക്കാൾ അപ്പുറമായി നീ ദൈവത്തിൻ്റെ മകനാണെന്ന് ലോകം പറയുന്നതിൽ സന്തോഷിക്കണം. ലോകം അതുകൊണ്ടാണ് പറഞ്ഞത്, സ്വർഗസ്ഥനായ നിന്റെ പിതാവിനെ നിന്റെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് ലോകം സ്തുതിക്കാൻ ഇടയായിത്തീരണം. നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. ലോകം അറിയേണ്ടത് നമ്മുടെ പ്രവൃത്തികൾ കണ്ടിട്ടാണ്, പ്രവർത്തനങ്ങളിലൂടെയാണ് അറിയേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രസംഗങ്ങളൊക്കെ അപ്പുറമായി നമ്മുടെ പ്രവൃത്തികൾ സംസാരിക്കട്ടെ. നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുക. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ശുശ്രൂഷകൻ നല്ലതാ, ശുശ്രൂഷിക്കുന്ന നല്ലതാ, പ്രവചിക്കുന്ന നല്ലതാ, അപ്പോസ്തലനായി നിൽക്കുന്ന നല്ലതാ, എല്ലാം നല്ലതാ. ഞാൻ പറഞ്ഞത്, ഇത് നമ്മുടെ തലയെ തിന്നരുത്. ഈ പദവികൾ നമ്മെ എന്തെങ്കിലുമൊക്കെ ആണെന്നുള്ള തോന്നലേ കൊണ്ടുപോകരുത്. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ വാങ്ങിക്കാനല്ല, ശുശ്രൂഷിപ്പാനത്രേ. നിങ്ങൾ ഏറ്റവും വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങൾ ഏറ്റവും ചെറിയവനാകട്ടെ എന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാട് തന്നെ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ആവും. നമുക്ക് ഈ ലോകത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് തെളിയിക്കേണ്ടവരല്ല. അതൊക്കെ ഞാൻ നടന്നില്ലെങ്കിൽ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമാകില്ലെങ്കിൽ, ഇതൊന്നുമല്ല നമ്മുടെ ഐഡൻറ്റിറ്റി. ഞാൻ എത്ര പേരെ സൗഖ്യമാക്കി, എത്ര പേരോട് പ്രവചിച്ചു എന്നുള്ളതല്ല എൻ്റെ ഐഡൻറ്റിറ്റി. എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. ഐ ആം ദ ബിലവഡ് സൺ ഓഫ് ഗാഡ്. ഈ ഐഡൻറ്റിറ്റി ഒരിക്കലും മാറിപ്പോകരുത്. ഇത് ആരുടെ മുമ്പിലും തെളിയിക്കാനില്ല. യേശുവിൻ്റെ അടുത്ത് ഒന്ന് സാത്താൻ പറയുകയാണ്, നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ പ്രൂവ് ഇറ്റ്, തെളിയിച്ച് കാണിക്കുക. ഇതേ ടെംപ്റ്റേഷനാണ് ഇന്ന് എല്ലാവരുടെയും ഹൃദയത്തിൽ ഇറങ്ങുന്നത്. നീ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ തെളിയിക്കടാ. തെളിയിക്കാനില്ല. എൻ്റെ ആത്മാവ് താനും പരിശുദ്ധാത്മാവ് ചേർന്ന് സംസാരിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. റോമൻസ് 8-ാം അധ്യായത്തിൽ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് ടെസ്റ്റിഫൈ ചെയ്യുന്നു, യു ആർ ദ ബിലവഡ് സൺ ഓഫ് ഗാഡ്. അതിനപ്പുറം ഇനി സാക്ഷ്യം വേറെ എനിക്ക് ആവശ്യമില്ല, എനിക്ക് പ്രൂവ് ചെയ്യാനില്ല. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ അപ്പൻ്റെ മോനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ആരുടെ മുമ്പ് തെളിയിക്കാൻ ഒന്നും പോകാറില്ലല്ലോ, പോയിട്ടുമില്ലല്ലോ, ഇനി പോകത്തുമില്ല. കാര്യം നിങ്ങൾക്കറിയാം നിങ്ങളുടെ മകനാണ്. ഇത്രയേ ഉള്ളൂ, ദാറ്റ്സ് ഓൾ. ഇത് തെളിയിക്കാൻ പോകുന്നത് തെറ്റായൊരു ചിന്തയിൽ നിന്നാണ്. നമ്മളുടെ അകത്തുള്ള അടിസ്ഥാനപരമായ ഐഡന്റിറ്റി തന്നെ ചോദ്യം ചെയ്യുന്നത് പോലെയാണ്. ഓക്കെ, ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം ഹബക്കൂക്ക്. എല്ലാവരും അടുത്ത് ഈ വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഹബക്കൂക്ക് 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ ഫലം ഉണ്ടാവുകയുമില്ല, ഒലിവുമരം ഫലം കായ്ക്കുകയില്ല, നിലങ്ങൾ ധാന്യം നൽകുകയുമില്ല. ഞാൻ വായിക്കുന്നത് മലയാളത്തിൻ്റെ കണ്ടംപററി വെർഷൻ, MCV വെർഷൻ എന്നാണ് വായിക്കുന്നത്. കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട് അതിൽ വായിക്കുമ്പോൾ. അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ ഫലം ഉണ്ടാകുകയില്ല, ഒലിവുമരം ഫലം കായ്ക്കുകയില്ല, നിലങ്ങൾ ധാന്യം നൽകുകയുമില്ല, തൊഴുത്തിൽ ആടുകൾ ഉണ്ടാവുകയില്ല, ഗോശാലയിൽ കന്നുകാലികൾ ഇല്ലാതിരിക്കും. അതായത് നമുക്കറിയാം, പഴയ കാലത്ത് അന്നത്തെ സമൂഹം എന്ന് പറയുന്നത് അഗ്രീരിയനാണ്. അതായത് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന സമൂഹമായിരുന്നു. അന്ന് അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളില്ലെങ്കിൽ, അത്തിവൃക്ഷം തളർത്തില്ലെങ്കിൽ, മുന്തിരിവള്ളിയിൽ ഫലമില്ലെങ്കിൽ, ഒലിവുമരം കായ്ച്ചില്ലെങ്കിൽ, നിലങ്ങൾ ധാന്യം കൊടുത്തില്ലെങ്കിൽ, തൊഴുത്തിൽ ആടില്ലെങ്കിൽ, കന്നുകാലികളില്ലെങ്കിൽ അവർക്ക് പിന്നെ ഒന്നുമില്ല. അവരുടെ സകല ഉപജീവന മാർഗങ്ങളും അവരുടെ ആഹാരത്തിൻ്റെ സോഴ്സും എല്ലാം തീർന്നു പോവാണ്. അങ്ങനെയാണെങ്കിൽ, അടുത്ത് പറയാനാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും, എനിക്ക് MCV വേർഷൻ ഇഷ്ടമാണ്. നമ്മുടെ സാധാരണ നമ്മളായിരിക്കുന്ന ബൈബിളിൽ എങ്കിലും എന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആഹ്ലാദിക്കും. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും, എന്തൊക്കെ വന്നാലും, ഹല്ലേലൂയ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലേലും, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ യഹോവയിൽ
സന്തോഷിക്കും. അതിന് ഇംഗ്ലീഷ് വേർഷൻ, ആംപ്ലിഫൈഡ് വേർഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. Though the fig tree does not blossom and there is no fruit on the vines, though the yield of the olive fails and the fields produce no food, though the flock is cut off from the fold and there are no cattle in the stalls, yet എങ്കിലും I will choose to rejoice. എനിക്ക് അതാ ഇഷ്ടപ്പെട്ടെ. എന്താണ് ഈ കർത്താവിൽ സന്തോഷിക്കുക എന്നുള്ളത് ഓട്ടോമാറ്റിക് സംഭവിക്കുന്നതല്ല, ഇറ്റ്സ് എ ചോയ്സ്. I will choose to rejoice. കാരണം ഇത്രയും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് സ്വാഭാവികമായി സന്തോഷിക്കാൻ പറ്റൂല, വിഷമം ഉണ്ടാകും. പക്ഷേ അതിൻ്റെ നടുവിലും എന്താ എഴുതിക്കുന്നേ? I will choose to rejoice. ഞാൻ എന്താ ഒരു തീരുമാനം എടുക്കും, എന്ത് ചെയ്യും? കർത്താവിൽ സന്തോഷിക്കും. അടുത്ത് I will choose to shout in exultation in the victorious God of my salvation. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ വളരെ അത്യുച്ചത്തിൽ ഞാൻ ആഹ്ലാദിക്കും, സന്തോഷിക്കും, അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. ഇതെൻ്റെ ചോയ്സാണ്. സാഹചര്യങ്ങളൊക്കെ ഞാൻ പോലും അറിയാതെ എനിക്കെതിരാകുമ്പോഴും എനിക്കൊരു ചോയ്സ് ഉണ്ട്. വെറുതെ ഇരുന്ന് കരഞ്ഞ് ദൈവത്തെ കുറ്റം പറയാനും പഴി പറയാനും ഒത്തിരി സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? I choose, ഞാൻ തിരഞ്ഞെടുക്കുന്നു to rejoice in the Lord. ഹല്ലേലൂയ. ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ, നേരത്തെ പറഞ്ഞ പോലെ ശരിയാണ്, പല അത്ഭുതങ്ങളും സൗഖ്യങ്ങളും അടയാളവും ഒക്കെ ആയിരിക്കും നമ്മെ കർത്താവിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ വീണ്ടും തുടർന്ന് ആ ബന്ധം തുടർന്ന് പോകണമെങ്കിൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എനിക്ക് ആവശ്യമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ ബന്ധം നമ്മൾ യഥാർത്ഥമായി അനുഭവിച്ചിട്ടില്ല. ആ ബന്ധത്തിന് അടിസ്ഥാനമായിരിക്കുന്നത് പ്രാർത്ഥനകളുടെ മറുപടി ആകരുത്, അത്ഭുതങ്ങളാവരുത്, അടയാളങ്ങളാവരുത്. എന്തൊക്കെ സംഭവിച്ചാലും ഈ ബന്ധത്തിൽ നിന്ന് ഇനി പിന്നോട്ടില്ല എന്നൊരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാലത്തും സ്തുതിപ്പാൻ കഴിയും, എല്ലാ കാലത്തും ആനന്ദിക്കാൻ കഴിയും, വലിയ പ്രത്യാശയോടെ അവസാനം വരെയും മുന്നോട്ട് പോകാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എന്നെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളോടും ഈ വചനം പരിശുദ്ധാത്മാവ് സംസാരിച്ചിരിക്കുകയാണ്. നല്ല ഹൃദയങ്ങളോടെ ഈ വചനം തീർച്ചയായും ശുശ്രൂഷിക്കും. ഒരിക്കലും ഹൃദയത്തിൽ കയ്പായി മാറരുത്. കർത്താവേ, എൻ്റെതായുള്ള സ്വാർത്ഥമായ എന്തെങ്കിലും താല്പര്യങ്ങൾ അങ്ങയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊറുക്കണമേ അപ്പാ. അത് കറക്റ്റ് ചെയ്യണേ കർത്താവേ. അങ്ങ് എന്നെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നുവോ അതായി തീരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് ഹീൽ ചെയ്യട്ടെ. പാസ്റ്റ് വൂൺസിനേക്ക്, മുറിവുകളേക്ക് കർത്താവ് സൗഖ്യമാക്കട്ടെ. ആ കയ്പായ അനുഭവങ്ങളെ മാറ്റി ഏറ്റവും മനോഹരമായി ഇനിയും തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.